നമസ്കാരം. അവസാനവട്ട പോളിംഗിന് ശേഷം ഇന്നലെ 6:30-നെത്തിയ എക്സിറ്റ് പോളുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിരാശരാക്കിയത് CPM-നെയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ CPM നോക്കിക്കണ്ടിരുന്നത്. അതിനായി 20 മണ്ഡലങ്ങളിലും ഏറ്റവും പ്രബലരായ സ്ഥാനാർത്ഥികളെ നിയോഗിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയടക്കം CPM നേതാക്കളും CPI നേതാക്കളുമൊക്കെ ശക്തമായി കളത്തിലിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. CPM-ൻ്റെ വിലയിരുത്തലിൽ കേരളത്തിൽ 13 സീറ്റ് വരെ ലഭിക്കും എന്നായിരുന്നു നേതാക്കൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രി എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടെ AKG ഭവനിലടക്കം ലൈറ്റുകൾ പൂർണ്ണമായും അണഞ്ഞ അവസ്ഥയിലാണ്. എക്സിറ്റ് പോളുകൾ സത്യമായാൽ എല്ലാം തകിടം മറിയുമെന്ന് ഉറപ്പാണ്. UDFിൻ്റെ മുന്നേറ്റമാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത്. വലിയ വിജയം നേടാൻ കഴിയില്ലെന്ന ധാരണ തങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ ചില പ്രാദേശിക നേതാക്കളെങ്കിലും പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ഇത്ര കനത്ത തോൽവി എക്സിറ്റ് പോളിൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ചില സർവേകളിൽ CPM-ന് 0 വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അത്തരത്തിലുള്ള സർവേകൾ NDAയ്ക്ക് 3 സീറ്റ് വരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ തലപെരിപ്പിക്കുന്നത്. എക്സിറ്റ് പോൾ റിസൾട്ട് സത്യമായാൽ അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഏറ്റവും അധികം ബാധിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാകും. പിണറായിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട എക്സാലോജിക് സൊല്യൂഷൻ വീണ്ടും ചർച്ചയിലെത്തിയേക്കാം. എക്സിറ്റ് പോൾ പ്രവചനം സത്യമായാൽ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് ശനികാലമായിരിക്കുമെന്ന് ഉറപ്പാണ്. NDA കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുകയും മോദി പ്രധാനമന്ത്രിയാവുകയും ചെയ്താൽ പലവിധ കേസുകളിൽ പിണറായി കുടുങ്ങും. അതിൽ പ്രധാനമാകും വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക് കേസ്. കേരള മുഖ്യമന്ത്രിക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസ്ഥയാകുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം.